അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറ ആ ദിവസം അവൾ പേടിച്ച് വിറച്ചു. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു നോട്ടം, വാക്കുകൾ, അതിലെന്തൊക്കെയോ ഒരു വശപ്പിശക് അവൾക്ക് തോന്നി. തന്നോട് സ്നേഹമില്ലാത്ത രീതിയിലുള്ള സംസാരം, അയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയം തോന്നി. നൂറ, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇത്രക്കും സുഖമില്ലാത്ത നിന്നെ നിൻ്റെ ബാപ്പ എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഉദ്ദേശിച്ചതല്ലേ? എങ്ങനെ തോന്നി അയാൾക്ക്? നൂറ, പക്ഷെ നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് നിന്നെ വിടാനും തോന്നില്ല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ രീതിയിലായിപ്പോയല്ലോ എൻ്റെ അവസ്ഥ. നൂറ, സത്യം പറ, നിനക്കിത് ജന്മനുള്ള സുഖമാണോ? ഇത്രക്കും വലിയ കോടീശ്വരൻ്റെ വീട്ടിലേക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാലേ ആളുകൾക്ക് പറഞ്ഞ് ചിരിക്കുക ഒരു ഹേതുമായിരിക്കും. നിൻ്റെ ബാപ്പ കരുതി കൂട്ടി എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നന്നായിരിക്കില്ലേ? പക്ഷേ പെണ്ണെ, നിന്നെ കണ്ടാൽ നീ പത്തര മാറ്റി മൊഞ്ചാണ്. അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അവൻ പുറത്തേക്കിറങ്ങി. അവൾക്ക് ആകപ്പാടെ ഭയം തോന്നി. അവൾക്ക് തോന്നി, ഇല്ല, ഈ വീട്ടുകാർക്ക് എന്നെ വിശ്വാസമില്ല, എനിക്കൊരു അസുഖവുമില്ല. ആ സമയത്ത് വിശപ്പ് കൊണ്ടും ആ ഒരു ദാഹം കൊണ്ടും ആളുകളുടെ ആ ഒരു കുത്തിപ്പറയൽ കൊണ്ടും അങ്ങനെ എൻ്റെ മാനസിക നില തന്നെ എന്തോ, എനിക്കറിയുന്നില്ല എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന്. എൻ്റെ കണ്ണുകൾ ഇരുട്ടടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാനങ്ങ് തളർന്നു വീഴുകയായിരുന്നു. പഠിച്ചോനെ, അല്ലാതെ എനിക്കൊരു അസുഖമില്ല. പക്ഷെ വീട്ടുകാരൊക്കെ എന്നെ മറ്റു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ അതാ അവൻ താഴേക്ക് ഇറങ്ങി. ആഹാ, എന്താടാ ഇങ്ങോട്ടന്നെ ഇറങ്ങി വന്നത്? എന്താ, പെണ്ണുങ്ങൾക്ക് അസുഖം വീണ്ടും തുടങ്ങിയോ? പെങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് അവൻ പറഞ്ഞു, അതെ, എൻ്റെ തലയിൽ എല്ലാവരും കൂടി കെട്ടിവെക്കാൻ നിന്നിട്ട് ഇപ്പം നിങ്ങൾ സംസാരിക്കുക അല്ലേ? എടാ, ഈ എന്തീ പറയണത്? ആര് കെട്ടിവെക്കാൻ? ആരും കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെന്താ, എങ്ങനൊരു ചോദ്യം നിനക്ക്? എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ? അതെ, അവളെ നാളെ തന്നെ കൊണ്ടുവിടും അവളുടെ വീട്ടിലെ. നോക്കിക്കോ എൻ്റെ പൊന്നിക്ക, ഒരു 8 ദിവസം നിർത്തിക്കോളി, എന്നിട്ടൊക്കെ പറഞ്ഞേച്ചാ പോരെ. പെങ്ങളുടെ ആ ഒരു വാക്ക് കേട്ട് അവന് ദേഷ്യമാണ് വന്നത്. സത്യം പറഞ്ഞാൽ നൂറയുടെ റൂമിലേക്ക് പ്രവേശിക്കാൻ തന്നെ അവന് ഇഷ്ടം തോന്നിയില്ല. അവൻ ആകെപ്പാട് ദേഷ്യം കൊണ്ട് അവൻ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. അല്ലടാ, ഇന്നിപ്പോൾ എന്താ നീ ഇങ്ങനെ ഫസ്റ്റ് നൈറ്റൊക്കെ ആയിട്ട് എന്താ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുക? എടാ, അതൊന്നും പറയണ്ട. എന്താടാ? അത് അവൾക്ക് എന്ത് സുഖമില്ലാത്ത പെണ്ണ തോന്നുന്നുണ്ട്. എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് ആ അജിയർ. മൂപ്പര മോള് സുഖമില്ലാത്ത കുട്ടിനെ കെട്ടിവെച്ചിട്ടേ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. എടാ, നീ എന്താ പറയുന്നത്? പിന്നെ കൂട്ടുകാരനായ ഷെഫീക്ക് പറഞ്ഞു, അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ പറ്റി ചിന്തിക്കരുത്. അതായത് എൻ്റെ ഒരു അയൽവാസി, എൻ്റെ കുടുംബം കൂടിയാണ്. ആ പെണ്ണ് വന്ന സമയത്ത് പെണ്ണിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവിടെ എത്തിയ ഒരു ഷോക്കും ആളുകളുടെ ഒരു ഇതൊക്കെ എല്ലാം കൂടി കണ്ടപ്പോൾ ആ പെണ്ണിന് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇവർ എല്ലാവരും പറഞ്ഞു, വേഗം കൊണ്ടേക്കാളാം, നാളെ തന്നെ വെച്ചുകൊണ്ട് നിന്നാലേ നമ്മളെ തലയിലാവും എന്ന് പറഞ്ഞു. പക്ഷേ അവൻ എന്താ ചെയ്തത് നിനക്കറിയോ? അവനൊന്നും ചെയ്തില്ല. പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ. പറഞ്ഞു, ഇവൾക്ക് ചെറിയൊരു ടെൻഷൻ കൊണ്ട് എന്തോ അറിയില്ല, എന്തോ ഒരു സംസാരം, ഒരു പരസ്പര ബന്ധമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും അതൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ഡോക്ടർ, ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അവൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ചെറിയൊരു മെഡിസിൻ, ഒരു കഷ്ണം ഗുളികയാണ് കൊടുക്കാൻ പറഞ്ഞത്. എന്നാൽ അതോടുകൂടി അവളുടെ ആ ഒരു സ്വഭാവം ഇതൊക്കെ മാറി മറിഞ്ഞ് പഴയ രീതിയിലായി തീർന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ വിളിച്ച് കൊണ്ടുപോകാനൊക്കെ നിൽക്കുകയായിരുന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളെ കുട്ടിക്ക് ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ എന്ത് വേണമെങ്കിലും ഇതൊക്കെ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, നിങ്ങൾ ആരോട് ചോദിച്ചാലും വേണ്ടില്ല, ശരിയാണ്, ഒന്നുമില്ലായിരുന്നു. അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ എന്തോ പറ്റിപ്പോയി, അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നാൽ ഇപ്പോഴത് അൽഹംദുലില്ലാ അവർ 3-4 മക്കളുമായിട്ട് ജീവിക്കുന്നു, സുഖസുന്ദരമായി. അവർക്കൊരു കുഴപ്പമില്ല, നല്ല റാഹത്തോടു കൂടെ. അതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതായി വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഒരിക്കൽ പോലും
ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. എടാ ഇതൊന്നല്ല, ഇത് എല്ലാവരും അറിഞ്ഞ കേസല്ലേ. കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവൾ ബോധം കെട്ട് വീഴലും എല്ലാവർക്കും കൂടി അതൊരു സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നോട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, മറ്റേ അസുഖമാണ്, അപസ്മാരാണ്, അത് ഇത് എൻ്റെ തലയിലാകും, വേഗം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നെക്കൊണ്ട് വയ്യ, സത്യം പറഞ്ഞാൽ എന്നെ ചതിച്ചാണ് എൻ്റെ തലയിൽ വെച്ച് കെട്ടിയതാണ്, എനിക്കതിനോട് താല്പര്യമില്ല. എടാ നീ ഇപ്പോൾ പോക്, ആ പെണ്ണിനെ ഒറ്റക്കാക്കി ഇവിടെ നിൽക്കല്ലേ. കൂട്ടുകാരൻ ഷെഫീഖിൻ്റെ ആ ഒരു വാക്കുകൾ എന്നാൽ അപ്പുറത്തുള്ള മറ്റു കൂട്ടുകാർ പറഞ്ഞത്, എന്തിനാടാ ഇങ്ങനെയുള്ള ഭ്രാന്തിനെ ഓരോന്നിനെ തലയിൽ വെച്ചാലേ പിന്നെ നിനക്കൊരു തീരാ ബാധ്യതയായിരിക്കും അത്, നീ വേണ്ടാത്തിന് നിൽക്കണ്ട. എന്നാൽ ഷെഫീഖ് പറഞ്ഞു, എടാ നീ അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികളായിരിക്കാം. ഒരു പക്ഷേ എന്തെങ്കിലും ക്ഷീണം, ഈ രാവിലെ തന്നെ ആ മണവാട്ടിൻ്റെ ഡ്രസ്സും എന്തൊരു വെയിറ്റാണിത്, ഒടുക്കത്ത് മുടിഞ്ഞ വെയിറ്റായിരിക്കും. ആ വെയിറ്റൊക്കെ താങ്ങി പിടിച്ച് അതൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു മണവാട്ടിനെ വീണ്ടും നിങ്ങളെ വക വേറെ ഡ്രസ്സ്, അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ കുട്ടി ശരിക്കും വെള്ളം പോലും കുടിച്ചിട്ടുണ്ടോ ആരെയും അന്വേഷിച്ചിട്ടുണ്ടാവോ? ഇല്ല. കാരണം കല്യാണമാണ്, എല്ലാവരും കല്യാണത്തിന് വേണ്ടി വരുന്ന തിരക്കാണ്, എല്ലാവരും മണവാട്ടിയെ കാണാൻ നിൽക്കുകയാണ്. ഒരിക്കൽ പോലും നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. എടാ നീ അങ്ങനെ ചെയ്യല്ലേ. അതെ, എന്നിട്ട് എൻ്റെ തലയിലായിട്ട് നിങ്ങൾക്കൊക്കെ സുഖിക്കാനും ഞാനിങ്ങനെ. എടാ നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വേഗം പോ വീട്ടിലേക്ക്. എന്താ ഷെഫീഖേ എന്നെ ഇതിൽ കൊടുക്കാൻ നിനക്കിത്ര വലിയത്? നിനക്കെന്താ അവളുമായി വല്ല ബന്ധമുണ്ടോ? എനിക്ക് ബന്ധമുണ്ടായിട്ടല്ല, ഒരിക്കൽ പോലും നീ അങ്ങനെ ചെയ്യരുത്. നീ ഒന്ന് പോടാ, എൻ്റെ ജീവിതത്തിലേക്ക് നീ എന്തിനാ തലയിടുന്നത്? ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം നമ്മൾ നശിപ്പിക്കരുത്. അപ്പോൾ അവരെൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയതും എന്നെ ആളുകളിലിട്ട് വഷളാക്കിയതും അതൊന്നും നിങ്ങൾക്കൊന്നും വിഷയമല്ലല്ലേ? ഒന്നും ഉണ്ടായിട്ടല്ല. അവളോട് വീട്ടുകാരോടൊന്ന് വിളിച്ച് ചോദിക്കുക കാര്യങ്ങളൊക്കെ. അവർ സത്യം പറയുകയാണെങ്കിൽ നീ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറരുതെന്ന്. നല്ല പെണ്ണായിരിക്കും അവൾ, ഒരിക്കൽ പോലും നീ വിഷമിപ്പിക്കരുത്. കാരണം പെൺകുട്ടികളുടെ ജീവിതമാണ്. ഒരു കല്യാണം അങ്ങ് ഇതായി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാഹ പെണ്ണിന് ശരിയാണെന്നുണ്ടെങ്കിൽ അതെ ഒന്നൊഴിവാക്കിയതാണ്, രണ്ടാം കെട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ഒരു അത്ര നല്ല ഇതാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആ കുട്ടിയുടെ ഭാവി ജീവിതം നീ വെറുതെ കൊളാക്കണ്ട, നീ ചെല്ല്. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മറ്റു കൂട്ടുകാരോടൊപ്പം അവൻ അങ്ങ് അലിഞ്ഞു ചേർന്നു. നീ പോകണ്ടടാ, അവൾ ഒറ്റയ്ക്ക് നിൽക്കട്ടെ. എന്നാൽ ഷെഫീഖിന് അത് വല്ലാത്തൊരു വിഷമമായി. ആ കൂട്ടത്തിൽ നല്ലതെന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ അത് മാത്രമേ ഉള്ളായിരുന്നു. എടാ നീ എന്തിങ്ങനെ? ഷെഫീഖ് നീ എന്നോട് കൂടുതൽ സംസാരിക്കണ്ട. നീയാണോ അവളെ കെട്ടിയത്? അതോ നിനക്കെന്താ അവളോട് വല്ല പ്രേമമുണ്ടോ? അതോ നിനക്ക് തന്നെ വല്ല ബന്ധമുണ്ടോ അവളോട്? അവന് അത്രയ്ക്കും ആളുകളുടെ ഇടയിൽ ബോധം കെട്ട് വീണ അവളെ എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നിൽക്കുന്നു. ഞാൻ നാളെ തന്നെ അവൾ കൊണ്ടുവിടും. കല്യാണത്തിന് വന്ന മുഴുവൻ ആൾക്കാർ തന്നെ പറയുന്നത് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് അവർ? അപസ്മാരാണ്, അത് ഇതാണ്, കുറുക്കൻ്റെ അസുഖമാണ്, അങ്ങനെ ഇങ്ങനെ. ഞാനെന്താ പൊട്ടനോ? എനിക്കെന്താ? ഇത്രയും ക്യാഷ് മുടക്കി ഒരു കല്യാണം ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു പൊട്ടത്തി പെണ്ണിനെയാണ് ഞാൻ കെട്ടിക്കൊണ്ട് വന്നത്. എടാ അങ്ങനെയാണെങ്കിൽ അവർ നേരത്തെ എന്ത് പറയുന്നു? പല തെറ്റുകളും മറച്ചു വെക്കുന്ന ആളുകളുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണമെന്ന് അവർക്ക് അറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിൽ അവസ്ഥയിലൊക്കെ ഞാൻ അവളെ ഇങ്ങനെ കൂടെ കൂട്ടി എനിക്കെന്ത് ഭ്രാന്തുണ്ടോ? ഒരു ഭ്രാന്തി പെണ്ണിനെ. എടാ അങ്ങനെയൊന്നും നീ കൂടുതൽ പറയല്ലേ. നമ്മളവസ്ഥ എന്താവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ നല്ല രീതിയിലാണ്, പക്ഷേ പടച്ചറബ് നാളെ നമ്മൾ ഏത് രീതിയിലാക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കൽ പോലും നീ അങ്ങനെ പറയല്ലേ. കൂട്ടുകാരൻ ഷെഫീഖിൻ്റെ വാക്കുകൾ വീണ്ടും തള്ളിപ്പറഞ്ഞു അവൻ. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, അത് ഞാൻ കെട്ടിയ പെണ്ണാണ്, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അവൻ്റെ ഒരു ദേഷ്യത്തോടെ അവൻ തിരിഞ്ഞു നടന്നു. പാവം നൂറ, അവൾ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഒന്നിനുമല്ല, അദ്ദേഹം വരാതെ ഉറങ്ങുന്നത് ശരിയല്ലല്ലോ എന്നുകൊണ്ട് തന്നെ അവൾ ആ മണിയറയിൽ ഇരുന്നു. എന്നാൽ അവൾക്ക് തലേ ദിവസത്തെ ആ ഒരു വക്കൊഴിക്കൽ, അന്ന് രാവിലെ മുതൽ മാറ്റിയൊരുങ്ങി നിൽക്കൽ, ഒന്ന് കണ്ണ് അടയ്ക്കുവാൻ പോലും, ഒന്ന് കൺപോളെ അടക്കുവാൻ പോലുമുള്ള ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ അറിയാതെ അങ്ങ് അതാ ഉറങ്ങിപ്പോവുകയാണ്. അവൾ ആ മണിയറയിൽ അതാ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വിവാഹം കഴിഞ്ഞ് തൻ്റെ ഭർത്താവില്ലാത്ത ആ മണിയറയിൽ അവൾ ഭയത്തോടെ കിടന്നുറങ്ങി.
എന്നാൽ പുലർച്ചെ 4 മണി. അവൾ പതിവ് പോലെ തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയമായപ്പോൾ ഞെട്ടി ഉണർന്നു. അവൾക്ക് താൻ എവിടെയാണെന്ന് പോലും ഓർമ്മയുണ്ടായില്ല. പഠിച്ചോനെ, ഞാൻ എവിടെയാണിത്? അതെ, അവൾക്ക് പെട്ടെന്നാണ് അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. ഞാൻ മണിയറയിൽ. എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു. ഒരു നിമിഷം അവൾ ആ ബെഡിൻ്റെ മറുഭാഗത്തേക്ക് നോക്കി. ഇല്ല, എൻ്റെ ഭർത്താവ് എത്തിയിട്ടില്ല. അവൾ ഭയത്തോടെ എഴുന്നേറ്റിരുന്നു. അല്ല, എന്തിനാ വെറുതെ ഇരിക്കുന്നത്? അദ്ദേഹം. അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഉളൂഹ് ചെയ്ത് വന്നു. നമസ്കാരത്തിലേക്ക് അവൾ പ്രവേശിച്ചു. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നുകൊണ്ട് അതാ അവനെത്തി. പേടിച്ചു പോയി. ഇത് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ നിൽക്കുകയാണോ? ഈ സമയത്ത് എന്താ നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് പണി? മനുഷ്യനെ പേടിപ്പിക്കാനായിരിക്കും. അവൻ്റെ ഉള്ള ദേഷ്യം മുഴുവൻ അവളോട് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഞെട്ടിപ്പോയി. പെട്ടെന്നവൾ സലാം വീട്ടി. അവൾ ഭയന്നുകൊണ്ട് വിറച്ചു. അതേ, നീ ആ ഡ്രസ്സൊന്ന് ഊരിടോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഞാനങ്ങോട്ട് കയറി വരികയാണ്. ആ സമയത്താണ് ഈ വെളുത്ത രൂപം അങ്ങ് നിൽക്കണ് കാണുന്നത്. എന്താന്നില്ലേ? അത് ഞാൻ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കുക? ഇതെന്താ സമയമില്ലാത്ത സമയത്ത് നിസ്കാരം? പിന്നെ ഇവിടെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ, ഞാൻ ഉറങ്ങുന്ന സമയത്ത്. അവൾ ഭയത്തോടെ നിസ്കാരക്കുപ്പായം അഴിച്ചിടുവാൻ വേണ്ടി നിന്നപ്പോൾ കരുതി കുറച്ച് ഖുർആൻ ഓതിയിട്ട് സുബഹി നിസ്കരിക്കാറാണ് അവൾക്ക് പതിവ്. പക്ഷേ ഇവൻ്റെ മുമ്പിൽ ഇതൊന്നും. അവൾ ഭയത്തോടെ ഞാൻ അപ്പുറത്തേക്ക് എങ്ങോട്ട്? മറ്റുള്ളവരെ കൂടെ പേടിപ്പിക്കാനാണോ? എന്നാൽ അവൾ പതുക്കെ നിസ്കാരക്കുപ്പായം അഴിച്ചു വെക്കുമ്പോഴേക്കും അതാ സുബഹി ബാങ്ക് കേൾക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ പായയും നിസ്കാരക്കുപ്പായം എടുത്തു. എങ്ങോട്ടാ? ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് നിസ്കരിക്കാൻ. എന്താ ഇത് മാത്രമേ ഉള്ളൂ? എന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കണ ഓരോ സ്വഭാവവും. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അതേ, എൻ്റെ ഉറക്കങ്ങാനും ശല്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തിനാ ഒന്ന് സുഖമില്ലാത്തതിനെ തലയിൽ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ നട്ടപ്പാതിലേക്ക് എണീറ്റ് നിസ്കരിക്കുക? ഇതൊക്കെ ലക്ഷണം തന്നെയായിരിക്കും. എന്താ ആർക്കറിയാം? നിനക്ക് എന്തായിട്ട് ജിന്ന് കൂടിയിട്ടുണ്ടോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവളാകെ തകർന്നു പോയി. അവൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം നിസ്കരിക്കാൻ. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. അവൾ പാവം ആ നിസ്കാരക്കുപ്പായം എടുത്ത് അവളുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള റൂമിലേക്ക് ചെന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് വന്നത്. റബ്ബേ, ഭർത്താവിൻ്റെ റൂമിൽ നിസ്കരിക്കാൻ പോലും അവകാശമില്ലേ എനിക്ക്? അവൾ അവിടെ നിന്ന് നിസ്കരിച്ചു. ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ അവൻ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു വന്നു. അതേ, എന്നെ ശല്യപ്പെടുത്താൻ വരരുത്, മനസ്സിലായല്ലോ? ഒരു ജിന്ന് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് കടന്ന് അതാ വാതിലടച്ചു. അവൾ നിസ്കാരക്കുപ്പായം മടക്കി വെക്കുമ്പോൾ അവൾ ഒരു നിമിഷം വിചാരിച്ചു, പടച്ചോനെ, ഖുർആൻ ആ റൂമിൽ ഉണ്ടായിരുന്നു ആവോ, ഇനി താഴെ പോയി. എന്നാൽ അവൾ വിചാരിച്ചു, വേണ്ട, അദ്ദേഹം ഉറങ്ങിക്കോട്ടെ, അദ്ദേഹം രാത്രിയിൽ നിന്ന് അവിടെ ഇല്ലായിരുന്നു. നേരെ അവൾ താഴേക്കിറങ്ങി. ഉമ്മ എഴുന്നേറ്റിരിക്കുന്നു. ഉമ്മ, മുസ്ഹഫ് ഉണ്ടോ? ആ മോളെ, മുസ്ഹഫ് എന്നാ മുസ്ഹഫ്. ഉമ്മ, മോൾ നിസ്കരിച്ചോ? ഉമ്മ, ഞാൻ നിസ്കരിച്ചു. ആയിക്കോട്ടെ, എന്നാ മോളെ മുസ്ഹഫ്. മുകളിലേക്ക് പോയിക്കോ, അവിടെ പോയി ഓതിക്കോ. ഉമ്മ, അത്. എന്നാൽ അവൾ കയറി പോകുകയാണ് മുസ്ഹഫുമായി. പെട്ടെന്ന് നാത്തൂൻ വന്നു. ഉമ്മ കണ്ടില്ലേ, ഇതെന്തോ മേത്ത് കൂടിയ സൈസ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നട്ടപ്പാതിരാക്കുള്ള നിസ്കാരവും ഓത്തും ഒക്കെ. ഇതൊക്കെ ഇപ്പോൾ എന്തായി തീരുമാവോ? ഈ മിണ്ടില്ലടി അവിടെ. നല്ല പെൺകുട്ടികളാവുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സുബഹിന് നേരത്തെ എണീറ്റ് നിസ്കരിക്കലും ഓത്തൊക്കെ ഉണ്ടാവും, അല്ലാതെ കള്ളാക്കലല്ല. എന്തായാലും വേണ്ടിയില്ല. അതായതേ, ഉമ്മാൻ്റെ മോൻ ഇന്നലെ എപ്പോഴാണ് വന്നത് ആവോ, ഒന്ന് ചോദിച്ചു വെക്കേണ്ടി ഓളോട്. എന്താടി അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലേ, അവന് നട്ടപ്പാതിലേക്ക് ഇറങ്ങി പോണത് കണ്ടിരുന്നു. എന്താ ഏതാവോ, എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടായിരിക്കും. ഇനി ഓൾക്ക് വല്ല ജിന്നുബാധ എങ്ങാനും കൂടിയതാണോ? ആർക്കറിയാം. ഒന്നും പറയാൻ പറ്റൂരല്ലോ. ഒന്നും മിണ്ടാതിരിക്കും പെണ്ണേയ്യേ.
ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നാലിപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ? എന്നാൽ അവൾ ഖുർആൻ പാരായണമെല്ലാം കഴിഞ്ഞ് പാവം വേഗം അടുക്കളയിലേക്ക് എത്തി. പെട്ടെന്ന് നാത്തൂന്, അല്ല ഈ എന്തുണ്ടാക്കാനാ പോണത്? ഈ അതും ഇതും ഉണ്ടാക്കി കൊള്ളാക്കിക്കാണ്ടേ ഇവിടെ ആകപ്പാടെ ഇതാക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഓനക്ക് അങ്ങനെയൊന്നും പറ്റൂല, നല്ല മട്ടത്തിന് ഉണ്ടാക്കണം. എൻ്റെ ആ കാട്ടിക്കുട്ടിലൊന്നും ഇവിടെ നടക്കൂല. ശരിക്കും നാത്തൂൻ്റെ ആ ഒരു കുത്തുവാക്ക് നൂറ പകച്ചു പോയി. ഉമ്മയാണെങ്കിൽ ആ റൂമിൽ നിന്ന് വന്നിട്ടുമില്ല. എന്താ ഉണ്ടാക്കേണ്ടത്? എനിക്കറിയില്ല എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. ചോദിച്ചു നോക്ക് വേണമെങ്കിൽ, എന്താ ഏതാ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അല്ല, അന്നപ്പോൾ വിശ്വസിച്ച് അടുക്കളയിലിട്ട് പോകാൻ പറ്റുമോ? എന്താ? അല്ലേ ഇജ് ഗ്യാസ് എങ്ങാനും ഓണാക്കിക്കാണ്ടേ പോയിക്കാളും. പറയാൻ പറ്റൂലല്ലോ, എൻ്റെ ബുദ്ധിയും കഥ എപ്പോഴാ പോണ് പറയാൻ പറ്റൂലല്ലോ. ബോധം കണ്ണ് ടീമല്ലേ, എപ്പോഴാ ബോധം പോവും അതും പറയാൻ പറ്റൂല. അല്ല അന്നൊക്കെ ഇപ്പോൾ ഇവിടെ നിർത്തി പോകാൻ പറ്റും. ഉമ്മ വരട്ടെ അവിടെ കിജി. അപ്പോത്തിനെ കുറേ അലക്കാളൊക്കെ ഉണ്ടാക്കണ്ടിട്ട് അലക്കിക്കൂട് പുറത്തിറങ്ങിക്കാണ്ട്. ആ കല്ലുമട്ട് വാഷിംഗ് മെഷീനിലൊന്നും ഇവിടെ ഇട്ട് ശീലമില്ല കേട്ടോ. ഒക്കെ പുറത്തിറങ്ങി കല്ലുമട്ടിട്ട് അലക്കിക്കൂട്. എന്നിട്ട് അപ്പോതിന് ഉമ്മ വന്നോളും. അല്ലാതെ ഇപ്പം ഇജ്ജ് ഗ്യാസുമേലൊക്കെ പോയി കത്തിച്ചാലേ പൊട്ടിത്തെറിച്ചാലേ ഞങ്ങൾ ബാക്കി ഉണ്ടാവില്ല. അനക്ക് ഏതായാലും സുഖമില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഉമ്മ അലക്കുന്ന ശബ്ദം കേട്ട് വന്നു. ആരപ്പോൾ ഇത്ര രാവിലെ തന്നെ അലക്കണേ? എടീ, അതേ നൂറ് അലക്കുകയാണ്, അവിടെ അലക്കിക്കോട്ടെ. എന്താ പെണ്ണെ അനക്ക്? കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എന്താ അലക്കാനുള്ളത്? കുറേ ഇന്നലത്തെ കൂട്ടിട്ടുണ്ട്, അത് മഴ ആയതുകൊണ്ട് അലക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു കല്ലുമ്മലിട്ടുണ്ട് അലക്കിക്കൂട് പറഞ്ഞിക്കണ്, അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ്. എൻ്റെ പെണ്ണെ ഈ അതിനെ ഇടങ്ങാറാക്കല്ലോ. അപ്പോൾ തന്നെ ഉമ്മ അങ്ങോട്ട് ഓടിയെത്തി. മോളെ നൂറ, അവിടെ ഇട്ടേക്ക് മോളെ, ചായ ഒന്നും കുടിക്കാതെ അലക്കാൻ പോയിക്കുക, അങ്ങോട്ട് പോന്നാ. അത് ഇത്താത്ത പറഞ്ഞതാണ്. ഇത്താത്ത അങ്ങനെ പറയും, ഇങ്ങോട്ട് പോന്നാ. ആൾക്കാർ കണ്ട എന്ത് മോശ. ഈ കണ്ടതൊക്കെ കല്യാണം കഴിഞ്ഞ് എത്രങ്ങാനും ഡ്രസ്സും കാര്യങ്ങളും അവിടെയും ഇവിടെയും കെടുക്കണൊക്കെ ഉണ്ട്. അതൊക്കെ ആ കുട്ടിനെ കൊണ്ട് അലക്കിപ്പിക്കുക എന്ന് എനിക്ക് തീരെ ബോധമല്ലേ. പിന്നെന്താ അവൾ അടുക്കളയിൽ വന്ന് ഗ്യാസ് എങ്ങാൻ തുറന്നിട്ടാൽ എൻ്റെ പൊന്നാരമ്മ അങ്ങക്ക് അറിയായിട്ടാണ്. അതിന് സുഖമില്ലമ്മ, ആണ്ട് കൊണ്ടുവിട്ടാളേ. അനക്കെന്താ എടുത്ത നാണക്കേട്? അതെ, സൽക്കാരം ഞാൻ കഴിക്കൂലട്ടോ. ആ പെണ്ണെ അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടുകാർക്കൊക്കെ ഒരു പറച്ചില്ല, സുഖമില്ലാത്തോളല്ലേ കെട്ടിക്കൊണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ആൾക്കൊക്കെ പറയാൻ ഒരു ഹേതുവായി അത്. പിന്നെ ഒന്നിനകത്ത് തടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അമ്മ തീരെ തടില്ലമ്മ. ഇജ്ജ് തടി മണ്ണും വലുപ്പും നോക്കിക്കുക. എന്നെ കെട്ടിച്ചപ്പോൾ എന്തേനു? പിന്നല്ലേ ഈ കോലൊക്കെ ആയത്? നമ്മളങ്ങനെ ചെറിയ പെൺകുട്ടികൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഓനെന്താ കാട്ടണ ആർക്കറിയാം, ഓൻ്റെ ഇഷ്ടം പോലെ. ഏതായാലും കാണാം. എന്നാൽ ഉമ്മ അതാ ചായയും കടിയും ഉണ്ടാക്കാൻ തുടങ്ങി. നൂറ അതാ അലക്കിയതെല്ലാം അയലിൽ ആറിയിടുവാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതെവിടെയാണ് ഉണക്കാടേണ്ടത്? ഉണക്കാനിടുകയെന്ന് വെച്ചാലാണ്ട് ഇട്ടൂടെ അങ്ങോട്ട് അതിലങ്ങോട്ട്, മഴയുമ്പോൾ എടുത്ത് വെച്ചോണ്ടിട്ടോ. എന്നാൽ ഉമ്മ പറഞ്ഞു, പൊന്നു മോളെ ടെറസിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് 2 പേരും അവിടെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്നാൽ ഏതെല്ലാം അലക്കിയേ ഉമ്മ, എൻ്റെ കാലോണ്ട് അങ്ങോട്ട് കയറാൻ കഴിയണില്ല. അതൊക്കെ നൂറ കൊണ്ടുപോയാണ്ട് ഇട്ടോളും. നൂറ അതൊക്കെ കൊണ്ടുപോയിട്ടൂട് മേൽക്ക്. അങ്ങനെ അതാ അവൾ പാവം കോണിപ്പടികൾ കയറി ടെറസിൻ്റെ മുകളിൽ ആ അലക്കിയതെല്ലാം കൊണ്ടുപോയി വിരിച്ചിടുന്നു. എന്നാൽ പെട്ടെന്ന്, ആരടി നിന്നോട് എൻ്റെ വസ്ത്രം എടുത്ത് അലക്കാൻ പറഞ്ഞത്? അത് ഇത്താത്ത ഒന്നായിട്ട് ഞാനല്ല. നിന്നോട് ആരെൻ്റെ തൊടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നീയും ഞാനൊരു ബന്ധുവില്ല, നീ തുടരുത് എന്നുള്ളത് ഒന്നും. പിന്നെ എന്തിനാ നീ എൻ്റെ എടുത്തത്? ഞാനല്ല, അത് ഇത്താത്ത അലക്കാൻ അവിടെ വെച്ച് തന്നപ്പോൾ നീ എൻ്റെ ഒന്നും തൊടണ്ട, മനസ്സിലായല്ലോ? നീയും ഞാനൊരു ബന്ധുവില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നിനക്ക് പോകാം. അത് കേട്ട് നൂറയുടെ മനസ്സ് പിടഞ്ഞു പോയി. ഇക്ക, അത് ഞാനല്ലായിരുന്നു. പിന്നെ ആരാടി? നേരെ അത് പെങ്ങളെ വിളിച്ച് നിന്നോട് ആരാ എൻ്റെ വസ്ത്രം അവളോട് കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നിന്നോട്? എൻ്റെ പൊന്നാരിക്കാക്ക, കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആകപ്പാട് ഡ്രസ്സൊക്കെ കുറേ അലക്കാലൊക്കെ ഇല്ലേ, ബെഡ്ഷീറ്റും പുതപ്പും അതും ഇതൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഇക്കാൻ്റെ ഡ്രസ്സ് ഒന്ന് കൊടുത്തിരിച്ചിട്ട് ഇപ്പോൾ എന്താ? വേണ്ട, എൻ്റെ ഒന്നുള്ളോട് തൊടണ്ടെന്ന് പറയണം, മനസ്സിലായല്ലോ? എന്നാൽ അതാ ഉമ്മ ചായയും കടിയുമെല്ലാം ഉണ്ടാക്കി. ഉമ്മ കടി ഉണ്ടാക്കുന്നതിനിടയിൽ അതാ നാത്തൂൻ വന്ന് പറഞ്ഞു ഉറക്കെ, കല്യാണം കഴിഞ്ഞാലും മരക്കനുണ്ടെങ്കിലും കഷ്ടപ്പാട് മുഴുവൻ ഉമ്മാക്ക് തന്നെ. കണ്ടില്ലേ അടുക്കളയിൽ എത്ര നേരമായി നിന്ന് ദോശ ഇടണേ, ഒന്ന് വാങ്ങാനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഈ പെണ്ണ് കെട്ടിക്കണത്? ഒന്ന് ഹെൽപ്പും കൂടി ചെയ്യാൻ ഒരു കുട്ടിയും വരുന്നില്ല. പാവം നൂറ് അപ്പോഴേക്കും അലക്കുകയായിരുന്നു. ഇനിയും ഒരുപാടുണ്ടായിരുന്നു. ഒരാൾ അലക്കാൻ അങ്ങോട്ട് പോയിട്ട് കുറേ മണിക്കൂറായി, ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സ്പീഡും ഇല്ല, തീരെ ജീവല്ലാത്തിന ലോകം കെട്ടിക്കൊണ്ടുവന്നത് അസുഖക്കാരിയെ.
നാത്തൂൻ്റെ ആ സംസാരം കേട്ട് ഉമ്മ പറഞ്ഞു, പൊന്നാര മുളകി പോയിക്കോ, അതിവിടെ നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ. ആ അല്ലെങ്കിലും മരുക്കളെ കിട്ടുമ്പോൾ പിന്നെ മക്കളൊന്നും വേണ്ടല്ലോ. ഉമ്മാക്ക് പണ്ടേ ഉണ്ട് ആ സ്വഭാവം. അതായത് വേറെ ആരെങ്കിലും കണ്ടാൽ ഞമ്മളെ പറ്റൂല, അങ്ങനെ ഉണ്ട്, ഓലയുടെ തലയിൽ വെക്കും. എന്നാൽ അപ്പോഴേക്കും നൂറ് ഓടിയെത്തി. ഉമ്മ തരി, ഇനി ഞാൻ ഉണ്ടാക്കാം. മോളാ തേങ്ങ ഒന്ന് ചിരവിക്കോ. ആ ഇക്കോട്ടുമ്മ. അവൾ പേടിച്ചുകൊണ്ട് തേങ്ങ ചിരവി. നാത്തൂൻ പറഞ്ഞു, അതേ മെല്ലെ ഒന്നിങ്ങനെ തേങ്ങ വെച്ച് ഒഴിഞ്ഞു വിചാരിച്ചിട്ട് തേങ്ങ ചാടൂല, അമർത്തി കൊണ്ട് ചിരവിക്കൂടെ. ഇതെന്താ എൻ്റെ കൈ വേദന വെച്ചിട്ടാ? ഓൻ കെട്ടിക്കൊണ്ടുവന്നൊരു സാധനം. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വേണ്ടാത്തിന് നിൽക്കരുത് എന്ന്. ആ പെണ്ണ് അങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കട്ടെ, പഠിക്കണ കുട്ടിയല്ലേ, അവൾ ചെറുതല്ലേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നിൻ്റെ പോലെ അല്ലേ. ഓളിങ്ങനെ തൊട്ടൊഴിയുക, ചിരവേനെ തൊട്ടൊഴിഞ്ഞാൽ അങ്ങനെ തേങ്ങ അടിക്ക് വീഴുമോ? ശരിക്കും നാത്തൂന് നല്ല രീതിയിൽ അവളെ ചീത്ത പറയുന്നുണ്ട്. എടാ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, പിന്നെ അവളെ ഈ വെച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കണ്ട കളിയാക്കും. ഇതാണോടെ എൻ്റെ നാത്തൂനെന്ന് ചോദിച്ച്. അതായത് തീരെ തടില്ല, അല്ലെ കുറച്ച് ഈ ലേഹവും മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുത്ത് നന്നാക്ക്. കുറച്ചും കൂടെ ഒക്കെ ഒന്നും മെച്ചം വേണ്ട പെൺകുട്ടികളാവുമ്പോൾ. എന്താണ് ഇപ്പോൾ തീരല്ല. അതെ, ഓള കാര്യത്തിൽ ഞാൻ തീരുമാനമായിക്കോളാം, എനിക്ക് താല്പര്യമൊന്നുമില്ല. കാണാൻ സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ അസുഖമുള്ളതിനൊക്കെ വെച്ചുകൊണ്ട് നടന്നാൽ അതേടാ ഞാനും പറയണത്. ഓളെ ഒഴിവാക്കി കളാം കേട്ടോ, ഓളെ ഒഴിവാക്കി വിട്. ഇനി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാക്ക് ഓളെ ഭയങ്കര ചക്കരയും തേങ്ങയും. ഉമ്മാനോട് പറയണ്ട, ഈ പറഞ്ഞാൾ ഉമ്മ എനിക്ക് ഓളം വേണ്ട, എനിക്ക് ഓളെ കൊണ്ടൊന്നും ഉപകാരമില്ല, പറഞ്ഞാളാ കേട്ടോ. ഞാനും സപ്പോർട്ടാക്കാം. മക്കൾ അതാ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉമ്മ ചായ കുടിക്കാം. മക്കളെ ചായ കുടിക്കാൻ വരി എല്ലാവരും. പാവം നൂറ് അത് കഴിഞ്ഞ് മുറ്റം അടിക്കാൻ വേണ്ടി പോയിരുന്നു. മോളെ നൂറാ, മതി മോളെ, എന്താ ഇത് എണീറ്റപ്പത്തേ തുടങ്ങിയത് പണിയാണിത്. ഇങ്ങോട്ട് പോന്നാ ഈ കൈ കഴുകിക്കാണ്ട് ചെല്ലേ. എടി എനിക്കെന്താ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ ഓളെന്ന്. ഒറ്റക്ക് ആ കണ്ട മുറ്റൊക്കെ അടിച്ചു പോകാൻ അതൊക്കെ അലക്കി വീണ. എന്താ എൻ്റെ ഉമ്മ, ഞാൻ ഇവിടുത്തെ മകളാണ്, ഞാൻ നാളെ മറ്റന്നാളെ പോകും. പക്ഷെ അവൾ മരുമകളാണ്. ഞാനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഇടങ്ങാറായി പണിയെടുക്കുന്നുണ്ട്, ഒരു കുട്ടി എന്നെ സഹായിക്കാണ്ടാവില്ല. ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ, ഞാനേ ഉമ്മാനെ പോലെ തന്നെ ആണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്, മരുമക്കൾ വീട്ടിൽ അങ്ങനെ തന്നെ പണിയെടുക്കൽ. പെങ്ങന്മാരെ വെറുതെ എനിക്കുണ്ട് 2 പെങ്ങന്മാർ. ഓല് ഭക്ഷണം കഴിക്കുക, പോയി കിടക്കുക, ചിരിക്കുക, കളിക്കുക, വർത്താനം പറയുക, അല്ലാതെ ഒരു പണിക്ക് കൂടലില്ല. അതേപോലെ തന്നെയല്ലേ ഇപ്പം ഞാനൊരു നാത്തൂനല്ലേ. മോളെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ കുടുംബത്തിലേക്ക് കയറി വന്ന കുട്ടിയെന്ന് വെച്ചാൽ അവിടെ പൊന്നുപോലെ വളർത്തിയ കുട്ടിയായിരിക്കും. ആ കുട്ടി ഇവിടേക്ക് കയറി വരുമ്പോഴേ നമ്മൾ മകളെ പോലെ കാണണം. നമ്മൾ 2 കണ്ണുകൊണ്ട്, എനിക്ക് എൻ്റെ മകളായാലും മരുമകളായാലും അങ്ങനെ 2 കണ്ണോട് കാണാം. എല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. അല്ലെങ്കിൽ ഓള് വന്നപ്പോൾ എന്നോട് കുറച്ച് സ്നേഹം കുറഞ്ഞ പോലെ ഉണ്ട്. അല്ല മോളെ, അവളെ ചായ കുടിച്ചാൽ വിളിച്ച മോളെ നൂറാ, മതി മോളെ, കൈ കഴുകി പോര് ചായ കുടിക്കാൻ. എടാ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിന്? എന്ത് കാര്യത്തിന്? സുഖമില്ലാത്തതിന് എൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങളെല്ലാവരും അവൾക്ക് ചായയും വെള്ളം കൊടുത്ത് ഇവിടെ തീറ്റിപ്പോറ്റാണ് നിങ്ങളുടെ ഉദ്ദേശമല്ലേ? മോനെ ഈ എന്തൊക്കെയാ പറയുന്നത്? ആ കുട്ടി ക്ഷീണം കൊണ്ടൊന്ന് വീണ് പോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനൊരു ഇല്ല. എനിക്കൊന്ന് വിളിച്ച് ചോദിക്കാണ്ട് വീട്ടുകാരോട്, എന്താ അവൾക്ക് അസുഖങ്ങളെ മോൾക്കെന്ന് ഒന്ന് വിളിച്ച് ചോദിക്കണം, അല്ലാതെ ശരിയാവില്ല. മോനെ, പൊന്നാര മോനെ, ഇനി എന്തെങ്കിലും ഉണ്ടാണെങ്കിൽ നമുക്ക് കാണിക്കാം. ഇപ്പം ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അത് ആ സമയത്ത് ക്ഷീണം കൊണ്ട് എന്തെങ്കിലും ആയിരിക്കും മോനെ. ആ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. നിങ്ങളൊക്കെ എന്താ എൻ്റെ തലയിലാണതായത്. എന്താണ് അതിന് കുഴപ്പം? എന്താ ആരെ പറയാൻ ബാക്കി? ഇവള് തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഒഴിവാക്കണം, തീരെ തടിയില്ല, നിനക്ക് തീരെ മേച്ചില്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എടാ ശരീരം തടിയില്ലാത്തതൊന്നും നോക്കണ്ട. അതൊക്കെയെന്ന് വെച്ചാൽ ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചാൽ തടി വെക്കും. നമ്മൾ വെറുതെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഇതാക്കണ്ട. വരി ചായ കുടിക്കാൻ. അപ്പോഴേക്കും നൂറ് കൈ കഴുകി അതാ അവിടേക്ക് വന്നു. വരി മക്കളെ, ഇരിക്കി, എല്ലാവരും ഇരിക്കി, ഭക്ഷണം കഴിക്കുക. ചായയും കടിയും കറിയുമെല്ലാം ഉമ്മ ഉണ്ടാക്കിയിരുന്നു. അവൾ കുറച്ചൊക്കെ ഉമ്മയെ ഹെൽപ്പ് ചെയ്തെടുത്ത് മുറ്റമടിക്കാനും പോയി. അവൾ ഭയന്നു അവിടെ ഇരിക്കാൻ. മോളിരിക്കേ. എന്നാൽ അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയില്ല. ഉമ്മ തന്നെ അവളുടെ പ്ലേറ്റിലേക്ക് ദോശയും കറിയും ഒക്കെ ഒഴിച്ചു കൊടുത്തു. മോളെ കഴിക്ക്, എന്നാ കഴിക്ക്. എന്തിനാ ഉമ്മ നിങ്ങളോളെങ്ങനെ തീറ്റിക്കണേ? ഓള് വേണമെന്നെ ഓൾ ഇട്ടോളൂളേ. ഒന്ന് കാര്യമാക്കണ്ട കേട്ടോ, മോള് കഴിക്കിട്ടോ. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിക്കും ഭർത്താവും തന്നെ ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്.
അതുപോലെ തന്നെ പെങ്ങളും, രണ്ടു പേർക്കും ഞാനൊരു ഭാരം പോലെ. അവൾ എങ്ങനെയൊക്കെയോ ഉമ്മ ഇട്ട് ഒരു ദോശ കഴിച്ചു. ഉമ്മ എനിക്ക് മതി, മോളെ ഒന്നും കൂടി ഇട്ട് കഴിക്കുക, എന്തോ ഒരു ദോശയാണ് നീ കഴിച്ചത്. ഉമ്മ അത് മതി. ഉമ്മ വല്ലാതെ അങ്ങോട്ട് തീറ്റിച്ച് തടുപ്പിക്കണ്ട, രാജകുമാരിയല്ലേ അവള്. എന്നാൽ അത് കേട്ട് അവനും മുഖം പൊത്തി ഒരു വേണ്ടാത്തൊരു ചിരിച്ചു. അതെ, അവളെ കളിയാക്കുന്ന പോലെ തന്നെ. എന്നാൽ ഈ സമയം ഷെഫീഖ് തൻ്റെ വീട്ടിൽ, ഉമ്മ ആ മോനെന്ത് ഇന്നലെ രാത്രി ഇത്രയും ലേറ്റായത്? ഒന്നുമില്ലമ്മ, ഞങ്ങൾ ഫ്രണ്ട്സുകളൊന്ന് കൂടിയതാണ്. പക്ഷേ ഉമ്മ, എൻ്റെ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എന്താടാ ഈ പറയണത്? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ അവൻ എൻ്റെ കൂടെ വന്നിരിക്കുകയായിരുന്നോ? ആ, ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു. ഞങ്ങളെന്തോ ഒരു കാര്യങ്ങൾ, ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ കളിയെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ആ ഒരു സമയത്താണത്. അപ്പോൾ അവനും വന്നു. പിന്നെ ഉമ്മ, അവന് ആ പെണ്ണെന്തോ എന്താ പറയുക, കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒന്ന് ബോധം കെട്ട് തല കറങ്ങി വീഴറ്റേ ചെയ്തു. അതിൻ്റെ പേരിൽ ഓനിപ്പോൾ പറയാം അവൾക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, കൊണ്ടാക്കണം എന്നൊക്കെ പറയണത്. ആ മോനെ ഞാനും കേട്ടത്. കല്യാണത്തിന് ഇപ്പോൾ ഞാനും വന്നതാണല്ലോ, ആരൊക്കെ പറയുന്നത് കേട്ടാൽ അതിപ്പോൾ പറയാൻ പറ്റൂലല്ലോ. തല കറങ്ങി വീഴുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്ലഡ് കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് പെൺകുട്ടികളെ കൊണ്ടാക്കാൻ പാടുണ്ടോ? ഓൻ എന്ത് പണിയാണ് ഓൻ ചെയ്യണത്? ഉമ്മ സത്യമായിട്ടും എനിക്ക് വല്ലാത്തൊരു വിഷമം, അത് എൻ്റെ മനസ്സൊക്കത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. എനിക്കത് ഞാൻ അവനോട് പറഞ്ഞു വേണ്ടാത്തി നിൽക്കണ്ട. നമ്മളെ മുനീറിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. മുനീറിൻ്റെ വൈഫ് എങ്ങനെയായിരുന്നു? ആടാ, ആ മുനീറിൻ്റെ വൈഫിന് ഭയങ്കര എന്താ പറയുക, വന്നപ്പോൾ ഒരു എന്തൊക്കെയോ ഒരു പരസ്പരം വന്നില്ലാത്ത സംസാരങ്ങളോ, ആ ചെറിയൊരു മെഡിസിൻ കൊണ്ട് മാറി. അതേ ഉമ്മ, ഇപ്പോൾ ഒരു 3-4 മക്കളായി അവൾക്ക്. എത്ര നല്ല പെണ്ണ്. അത് ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിച്ച് നോക്കുക. അല്ലാതെ ഓൾഡ് അസുഖമൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പുതുതായൊക്കെ ഉണ്ടായതാണ് നമ്മൾ ചികിത്സിക്കുക, നമ്മളെ പെണ്ണല്ലേ. അങ്ങനെ നോക്കിയിട്ട് പിന്നെ സുഖമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അല്ലാതെ ഇപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഓൻ ഇങ്ങനെ എന്താ പറയണത്? ഓന് പഠിച്ചോ വെറുതെ വിടും ഓനെ? പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തിയാൽ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ കെട്ടിച്ച് തീർത്തോളൂ എന്നുള്ള പേരാ വരും. 2ാം കെട്ട് എന്നുള്ള പേരും ഇങ്ങോട്ട് വരും. ഏതായാലും പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഹൈറാണെങ്കിൽ ആ പെണ്ണ് അവിടെ തന്നെ നല്ല രീതിയിൽ ജീവിച്ച് പോരട്ടെ. ഉമ്മ ശരിയാണ്. എന്നാൽ ഈ സമയം അതാ ഷാഹുലിൻ്റെ വീട്ടിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമായിരുന്നു തലേ ദിവസം. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ നൂറ ഇന്ന് മറ്റൊരാളുടെ റൂമിലാണ്. അതെ, അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചായുന്ന ദിവസമാണ്. തൻ്റെ മനസ്സിലുള്ള മോഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ബാക്കിയാക്കി അവൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, നൂറക്ക് നീ നല്ല ജീവിതം കൊടുക്കല്ലാഹുവേ, അവളെ നീ വിഷമിപ്പിക്കല്ല അല്ലാ. പഠിച്ചോനെ, പാവം പെണ്ണാണ്, മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി കൂട്ടുനിന്ന പെണ്ണാണ് നൂറ. അതുകൊണ്ട് റബ്ബേ, അവളെ നീ വിഷമിപ്പിക്കില്ല നാഥ, അവൾക്ക് സന്തോഷകരമായ ജീവിതം നീ കൊടുക്കല്ല. ഷാഹുൽ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഒരിക്കൽ പോലും അവൻ അറിഞ്ഞില്ല, അതെ, അവളുടെ വീട്ടിൽ, കല്യാണം കഴിച്ച വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഭർത്താവിൻ്റെ അവഗണനയും പെങ്ങളുടെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും. നൂറ, അതെ പാവം, അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ആ വീട്ടിൽ കഴിയുന്നു. ഇൻഷാ അല്ലാ നൂറയുടെ ജീവിതം ഇനി എന്തായിത്തീരും? അതെ, അവളുടെ പിതാവിനെ വിളിച്ച് അവൻ കാര്യങ്ങൾ ചോദിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.